ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ധാരാളം ഉപകരണങ്ങൾ കുറവുണ്ട്. പലപ്പോഴും ഓപ്പറേഷന് വേണ്ടി വരുന്ന രോഗികളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഉപകരണങ്ങൾ വാങ്ങാറുണ്ട്. അങ്ങനെ പണമില്ലാത്തവരുടെ മുമ്പിൽ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ നിസ്സഹായത രാജിയെക്കുറിച്ച് വരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ള ഒരു പരിമിതിയായി കരുതുന്നില്ല. മറിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാർഡിയോളജി വിഭാഗം, ന്യൂറോ വിഭാഗം, മെഡിസിൻ വിഭാഗം, ഇവിടെയൊന്നും ഡോക്ടർമാർ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലേസർ മെഷീൻ അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു വർഷത്തോളമായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. ഇതുപോലെ തന്നെ സാധാരണ ജില്ലാ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ മേഖലകളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും പരിമിതികൾ, മരുന്നുകളുടെ അഭാവങ്ങൾ, ഡോക്ടർമാരുടെ അഭാവം ഒക്കെ നാം കണ്ടുവരുന്നതാണ്. ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കേണ്ട വസ്തുതകളാണ്. പഴയതുപോലെ സാമ്പത്തിക പരാധീനതയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എത്തുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ സർവീസും അവിടെയുള്ള ഡോക്ടർമാരുടെ കഴിവും അവിടെ നമുക്ക് കിട്ടുന്ന പ്രൈവസിയും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാ ആളുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണമാണ് പലപ്പോഴും പഴയതുപോലെ പഴയ കാലത്തുണ്ടായിരുന്ന അത്ര ഉപകരണങ്ങൾ മതിയാകാതെ വരുന്നത്. അത് തീർത്തും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഉന്നമനം തന്നെയാണ്, അവരുടെ ഒരു നല്ല പ്രവൃത്തി കാരണം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അഭാവവും ദൗർലഭ്യതയും കൂടെ പരിഹരിച്ചാൽ ഏറ്റവും നല്ല സ്റ്റേറ്റായി, ഏറ്റവും നല്ല ആരോഗ്യ മേഖലയായി നമ്മുടേത് മാറ്റാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.